ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനം കഴിഞ്ഞ നേരെ യു.പി. സ്കൂളിലേക്ക് അതാണ് മലപ്പുറം ഗവൺമെന്റ് വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്വന്തം കെട്ടിടമില്ലാത്ത കോളേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മലപ്പുറം ബോയ്സ് സ്കൂളിന്റെ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ആണ്. എന്റെ പുറകിൽ കാണുന്ന ഈ കെട്ടിടത്തിലാണ് മലപ്പുറത്തെ ഒരു ഗവൺമെന്റ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. താൽക്കാലിക കെട്ടിടവും പൊളിച്ചു മാറ്റാൻ ഉത്തരവായതോടെ തങ്ങളുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് സ്ഥാപിതമായ മലപ്പുറം വനിതാ കോളേജ് ഉടൻ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഈ ഉറപ്പിന്മേൽ മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആർക്കും വേണ്ടാത്ത കെട്ടിടത്തിൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. കോളേജിനായി കണ്ടെത്തിയ ഇൻകലിന്റെ കൈവശമുള്ള പാണക്കാട്ടെ 5 ഏക്കറാകട്ടെ ഇതുവരെ കൈമാറിയിട്ട് പോലുമില്ല. ആവശ്യത്തിന് ക്ലാസ് മുറികളോ ശുചിമുറികളോ ലാബ് സൗകര്യമോ ലൈബ്രറിയോ ഇല്ലാത്ത കുടുസുമുറികളിലാണ് ഇപ്പോൾ 300ഓളം വരുന്ന വിദ്യാർത്ഥിനികളുടെ പഠനം. ഗേൾസിന് വേണ്ടി വന്നൊരു കോളേജ്, അവർ വനിതാ കോളേജ് എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും കറക്റ്റ് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ, ഞങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതൊന്നും ചെയ്തു തരാൻ പറ്റാതെ ഒരു ക്യാമ്പസേ ആവാണ്ട് ഒരു സ്കൂളിൻ്റെ ലെവലിൽ മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ. കോളേജ് ലാബിലേക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വാങ്ങിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ സ്ഥലപരിമിതി മൂലം ഉപയോഗിക്കാനാകാതെ നശിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് 55 കിലോമീറ്ററോളം യാത്ര ചെയ്ത കോഴിക്കോട് ആർട്സ് കോളേജിലെത്തിയാണ് വിദ്യാർത്ഥികൾ ലാബ് ഉപയോഗിക്കുന്നത്. സ്കൂളിന്റെ ഭാഗമായുള്ള കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വന്നാൽ തങ്ങളുടെ ഭാവി ആശങ്കയിലാകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.